അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വ്യൂസ് കിട്ടുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതിപ്പം സൈറ്റിലുള്ളവർ തന്നെ വ്യൂസ് ചെയ്യണമെന്നില്ല, നമുക്കത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്തിട്ട് വ്യൂസ് കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പം സൈറ്റ് ഏതാണെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്, എത്ര രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് എഴുതാത്തവർക്ക് അല്ലെങ്കിൽ ആർട്ടിക്കിൾ എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതിയിട്ടില്ല, മലയാളത്തിലേ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് അറിയത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എങ്ങനെ നല്ലൊരു ആർട്ടിക്കിൾ എഴുതാം എന്നതിനെപ്പറ്റി അടങ്ങുന്ന ഒരു നല്ലൊരു ടിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ഇൻസൈഡർ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ ആർട്ടിക്കിൾ എഴുതിയിട്ടാണ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആർട്ടിക്കിൾ എഴുതിയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമോ എന്ന്. നമ്മൾ എഴുതുന്ന ആർട്ടിക്കിൾ എത്രമാത്രം നിലവാരമുള്ളതാണ്, അല്ലെങ്കിൽ എത്ര പേര് അത് വായിക്കുന്നു, എത്ര വ്യൂസ് ഉണ്ട്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആർട്ടിക്കിൾ എഴുതിയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുക. അപ്പം ചിലർക്ക് ആർട്ടിക്കിൾ എഴുതാൻ അറിയാത്തവരുണ്ട്, ചിലർക്ക് മലയാളത്തിൽ മാത്രമേ എഴുതാൻ അറിയത്തുള്ളൂ, ഇംഗ്ലീഷ് അറിയത്തില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ആർട്ടിക്കിൾ എളുപ്പത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും എന്നതിനെ പറ്റി ഒരു ടിപ്പും കൂടി ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. ആ ടിപ്പ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് റൈറ്റ് ഫോർ ആസ് ആൻഡ് ഗെറ്റ് പെയ്ഡ്, നമ്മൾ എഴുതുക എന്നിട്ട് ക്യാഷ് ഏൺ ചെയ്യുക. ഡു യു വാണ്ട് ടു ഏൺ മണി ഓൺലൈൻ, നമുക്ക് ഓൺലൈനായിട്ട് ക്യാഷ് ഏൺ ചെയ്യണം എങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ഇൻസൈഡിനകത്ത് 10 ടോപ്പ് ലിസ്റ്റിലേക്ക് വരിക. എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ, അപ്പം ഞാൻ മാത്രമല്ലല്ലോ ആർട്ടിക്കിൾ എഴുതി പബ്ലിഷ് ചെയ്യുക, ഒരുപാട് പേര് ഇതിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ ടോപ്പ് 10 ഏറ്റവും നിലവാരമുള്ള 10 ആർട്ടിക്കിൾസിനകത്ത് ഒന്നിൽ നമ്മൾ വരണം, നമ്മുടെ ആർട്ടിക്കിൾസ് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി ക്യാഷിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ പറയുന്നത് നോ ലിമിറ്റ് ഓൺ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നതിന് പ്രത്യേക ലിമിറ്റോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ നമ്മൾ ജെനുവിനായിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാങ്ക് അക്കൗണ്ട് വഴി, പേപ്പാൽ, പേന്യൂർ, പേടിഎം, UPI തുടങ്ങിയ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഓരോ ആർട്ടിക്കിളിനും പബ്ലിഷ് ചെയ്തതിന് ശേഷം $10 വരെ കിട്ടാനായിട്ട് പറ്റും. അപ്പം $10 കിട്ടണമെങ്കിൽ എത്ര വ്യൂസ് വേണം? 1000 വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, $10 കിട്ടും. പിന്നെ അങ്ങനെ വ്യൂസ് കൂടുന്നതനുസരിച്ച് എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ താഴോട്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേനും ഇതുണ്ടാവും, ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ഓരോ കാറ്റഗറി ഉണ്ട്. എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈലിൻ്റെ ആർട്ടിക്കിൾസ്, എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾസ്, ആർട്ട് ആൻഡ് കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, ആനിമൽസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഏത് ടോപ്പിക്കിൻ്റെ വേണേലും ആർട്ടിക്കിൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത 10 ഡിഫറൻ്റ് ആയിട്ടുള്ള ടോപ്പായിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെ ലിസ്റ്റാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എഴുതുന്ന ആർട്ടിക്കിൾ ഇതുപോലെയുള്ള 10 ലിസ്റ്റിനകത്ത് വരാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെയുള്ള രീതിയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ടോപ്പിക് അവർ മേളിൽ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് ടോപ്പിക് എന്നുള്ളത്. അതുകൊണ്ട് എൻ്റർടൈൻമെൻറ്റ്, ലൈഫ് സ്റ്റൈൽ, പീപ്പിൾ, ഫുഡ്, എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ഹെൽത്ത്, ട്രാവലിങ്, നേച്ചർ, ടെക്നോളജി, ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഹോം പേജിൽ തന്നെ 10 സെലക്ട് ആയിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് സെലക്ട് ആവുകയാണെങ്കിൽ നമുക്ക് മെയിൽ ത്രൂ അവരെ അറിയിക്കുന്നതാണ്. അപ്പം നമുക്ക് ഓരോ കാറ്റഗറി നോക്കാം. ഫസ്റ്റിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു ഇത് വരും. ഇവിടെ നമ്മുടെ നെയിം, യൂസർ നെയിം, ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, മെയിൽ ID, പാസ്വേഡ് കൊടുത്തിട്ട് കൺഫേം പാസ്വേഡ് കൊടുക്കുക. പിന്നെ ടേംസ് ആൻഡ് പോളിസിയൊക്കെ അഗ്രീഡ് ചെയ്തിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം പിന്നെ നമുക്ക് വരേണ്ടത് ലോഗിൻ ഓപ്ഷനാണ്. അപ്പം നമ്മുടെ മെയിൽ ID യിലേക്ക് വെരിഫിക്കേഷൻ ലിങ്ക് പോകും.
അത് നമ്മൾ വെരിഫൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സബ്മിറ്റ് യുവർ ആർട്ടിക്കിളാണ്. അപ്പം നമുക്ക് അപ്പോൾ ഞാനിപ്പോൾ ലോഗിൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് വരുമ്പോൾ സബ്മിറ്റ് ഓപ്ഷനാണ് വരുന്നത്. അപ്പം ടേംസ് ആൻഡ് കണ്ടീഷൻ അവർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതെല്ലാം വായിച്ച് നോക്കണം. കോപ്പി റൈറ്റ് ആൻഡ് ഓണർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതിനെപ്പറ്റി അവർ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എന്താണ് ടിപ്സ് അവർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ നമ്മൾ ആർട്ടിക്കിൾ എഴുതണം. അപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ആർട്ടിക്കിൾ എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഷുഡ് ഇൻക്ലൂഡിങ് ഒരു ആർട്ടിക്കിളിനകത്ത് 10 ഐറ്റംസ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ 150, 200, 1500, 2000 ഇടയിൽ വരുന്ന വേർഡ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഫോർമാറ്റ്, ആർട്ടിക്കിൾ ഫോർമാറ്റിൽ വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുപാട് ടിപ്സും ഹിൻറ്റും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഒരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളതെല്ലാം വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ കറക്റ്റ് ആകത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക, ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുക. വിഡ്രോ ഓപ്ഷൻ നോക്കുക. വിഡ്രോ ഓപ്ഷൻ അവർ പറഞ്ഞായിരുന്നല്ലോ, അവർ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് പോയിൻ്റ് റിവാർഡ് പ്രോഗ്രാം. അപ്പോൾ പോയിൻ്റ് ബേസിലാണെങ്കിൽ നമുക്ക് 1000 പോയിൻ്റ് എന്ന് പറയുന്നത് $1, 10,000 പോയിൻ്റ് $10, 1,00,000 പോയിൻ്റ് $100, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിനെ പ്രത്യേകം ഒരു കാറ്റഗറി ചെയ്തിട്ടുണ്ട്. 50 പോയിൻ്റ് പെർ ഡേ, എല്ലാ ദിവസവും നമുക്ക് 50 പോയിൻ്റ് വെച്ച് കിട്ടും. ജസ്റ്റ് ലോഗിൻ ദെയർ അക്കൗണ്ട് ഡെയിലി, നമ്മൾ അക്കൗണ്ട് ഡെയിലി ഓപ്പൺ ആക്കിയാൽ 50 പോയിൻ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ 10 പോയിൻ്റ്. അതുകൂടാതെ പുതിയ രജിസ്ട്രേഷൻ യൂസേഴ്സ് വരുവാണെങ്കിൽ 100 പോയിൻ്റ്. അങ്ങനെ ഓരോ കാറ്റഗറിക്കും ഓരോ പ്രത്യേക പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്രയാണ്, 10,000 പോയിൻ്റാണ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 പോയിൻ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം പോയിൻ്റ് കിട്ടാനായിട്ട് വലിയ പാടൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ വെച്ച് ഇത്ര വേർഡ്സേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് പബ്ലിഷ് ചെയ്യുക. പിന്നെ വന്നിരിക്കുന്നത് റെഫറർ ആൻഡ് ഏണിങ്സ് ആണ്. നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾസ് ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യുക, ഫാമിലിക്കൊക്കെ റെഫർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. കാരണം അവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് വായിച്ച് നോക്കേണ്ട കാര്യമുള്ളൂ. വായിച്ച് നോക്കിയില്ലെങ്കിലും ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ പോലും വ്യൂസ് ആവുമല്ലേ എന്ന്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യൂസിന് എമൗണ്ട് കിട്ടുന്നതാണ്. അങ്ങനെയും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ റൈറ്റേഴ്സ് ഗൈഡ്, അത് നമുക്ക് റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടുന്ന ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങളതെല്ലാം വായിച്ച് നോക്കുക. അവർ കൊടുത്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുള്ള് വായിച്ചതിന് ശേഷം മാത്രമേ ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമുക്കിപ്പം സ്കൂളിലും കോളേജിലും ഒക്കെ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാഗസിൻസ് കിട്ടും അല്ലേ. ഒരുപാട് പിള്ളേർ എഴുതിയിരിക്കുന്ന മാഗസിൻസ്, അതിനകത്ത് ഒരുപാട് സ്റ്റോറീസ് കാണും. പിന്നെ ആർട്ടിക്കിൾസ് കാണും. ഈ പരിസ്ഥിതി, പിന്നെ ഈ പുഴ മലിനീകരണം, അങ്ങനത്തതിനെ പറ്റിയൊക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ആർട്ടിക്കിൾസ്, ഇപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് കയ്യിലുള്ള ആർട്ടിക്കിളെങ്കിൽ നിങ്ങളതൊരു ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിൽ കൊടുക്കാമെങ്കിൽ ഗൂഗിൾ അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിലേക്കാക്കി മാറ്റിത്തരും. അതല്ല ഇപ്പം മലയാളം മാഗസിനെ കയ്യിലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലേക്കാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആർട്ടിക്കിൾ എഴുതി പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആർട്ടിക്കിൾ എന്താണെന്നൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ആർട്ടിക്കിൾസ് ഞാൻ പറയുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്, ക്യാൻവ എന്ന് പറയും. അതിൽ നമുക്ക് ആർട്ടിക്കിൾ ഇങ്ങനെ ഓരോ പേജ് ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ഫോർമാറ്റിലാക്കി സബ്മിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ളതെല്ലാം എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ക്യാൻവ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷനകത്ത് കൊണ്ടുവന്ന് കോപ്പി ചെയ്യുകയെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓരോ പേജ് ബേസിലാക്കി കിട്ടും. എന്നിട്ട് ഓരോ പേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോ അല്ല, അല്ലാതെ നിങ്ങൾക്ക് ആ ഒരു മാഗസീനിൽ നിന്ന് തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പം ഇത് എന്താണ് എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇപ്പോൾ സ്കൂളിലൊക്കെ ഒരുപാട് മാഗസീൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. കോളേജിലും സ്കൂളിലും പിന്നെ എന്താണ് LKG തൊട്ടുള്ള പിള്ളേരുടെ കയ്യിലെല്ലാം എനിക്ക് തോന്നുന്നു മാഗസീൻ അവൈലബിൾ ആയിരിക്കും. അവരുടെ സ്കൂൾ മാഗസീൻ അല്ലേ. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്കുക. അപ്പം എന്താണ് ഫുള്ളായിട്ട് കോപ്പി ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്യുക. പിന്നെ ഹെഡിങ്ങും അതുപോലെ തന്നെ സബ് ഹെഡിങ്ങും ഒക്കെ കൊടുക്കുമ്പോൾ നല്ല കളറിങ്ങും ഒക്കെ കൊടുത്ത് എന്താണ് അണ്ടർലൈൻ ചെയ്യേണ്ടതിനെല്ലാം അണ്ടർലൈൻ ചെയ്തൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, സീ യു.